ഞാൻ ആദ്യം ശ്രീ ജയേന്ദ്രനിലേക്ക് പോകുന്നു. ശ്രീ ജയേന്ദ്രൻ, ഈ കൊല്ലം സമ്മേളനത്തിൽ ഒരു എതിർ ശബ്ദങ്ങളുമില്ല എന്ന രൂപത്തിലാണ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസം വിലയിരുത്തലുകൾ ഉണ്ടായത്. പക്ഷേ പിന്നീട് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? വിഭാഗീയത എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാനാകില്ല, പക്ഷേ ചില മുറുമുറുക്കലുകളുണ്ട്, ചില അപശബ്ദങ്ങളുണ്ട്. ഈ അപശബ്ദങ്ങൾക്കൊക്കെ അടിസ്ഥാനമുണ്ടോ ശ്രീ ജയേന്ദ്രൻ? അല്ല, ഇത് കേരളത്തിലെ CPIM-ൽ ഉണ്ടായിരുന്ന വിഭാഗീയതയുമായി വിദൂരമായി പോലും സാമ്യമില്ലാത്ത കാര്യങ്ങളാണ് സ്മൃതി ഇപ്പോൾ ചോദിച്ച ഈ പ്രശ്നങ്ങളാകെ തന്നെ. അതൊന്നും വിഭാഗീയതയുടെ ഏതെങ്കിലും തരത്തിലുള്ള എലമെന്റ്സുമായി ബന്ധമില്ലാത്തവയാണ്. അതൊക്കെയും അത് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മകൾ ഒക്കെ അതിൻ്റെ പുറകിലുണ്ടാവാം. അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഏത് പാർട്ടിയിലാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. CPM-ലാവുമ്പോഴേക്ക് അങ്ങനെ ഒരാൾ പോലും അത്തരത്തിൽ ഒരു വിയോജിപ്പ് പറഞ്ഞാൽ അത് പെട്ടെന്ന് മാധ്യമ ശ്രദ്ധ നേടുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തേക്കാം. അതിലൊന്നും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നതിലും തെറ്റില്ല. പക്ഷേ അതൊക്കെ എങ്ങനെയാണ് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൽ, ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആ പാർട്ടി നേതൃത്വം തന്നെയാണ് തീരുമാനിക്കുന്നത് ആത്യന്തികമായി. അതിൻ്റെ അകത്ത് വിയോജിപ്പുള്ളവർക്ക് ആ വിയോജിപ്പ് സ്വന്തം ഘടകങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് CPIM. ഈ പറഞ്ഞ ആരും തന്നെ വിയോജിപ്പുകൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. തനിക്ക് അതൃപ്തിയുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുള്ളതായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ അവരോട് നേരിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പലരോടും ചോദിച്ചു, അങ്ങനെ പറഞ്ഞ ആൾക്കാരോട്, ഞാൻ അങ്ങനെ അതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അത്ര ആൾക്കാർ എന്നോട് പറഞ്ഞത്. അങ്ങനെ പറയപ്പെട്ട ആൾക്കാർ പറഞ്ഞത്. പക്ഷേ വിയോജിപ്പുകൾ ഉണ്ടാവാം, വിമർശനങ്ങളും ഉണ്ടാവാം. അത് ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഈ നിർജീവമായ പാർട്ടിയായി പോവില്ലേ. അപ്പൊ അതുകൊണ്ട് അതിനെ ആ തരത്തിലാണ് ഞാൻ കാണുന്നത്. പത്മകുമാറിന്റെ പ്രതികരണത്തെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു പരാതിയായിട്ടും നിരാശയുമായിട്ടാണോ താങ്കൾ അതിനെ കാണുന്നത്? അദ്ദേഹം ആദ്യം ചതി, വഞ്ചന എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. പിന്നീട് അത് സമ്മർദ്ദത്താലാകണം, അത് പിൻവലിക്കുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം വീണ്ടും പ്രതികരിക്കുമ്പോൾ ശക്തമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. പാർട്ടിക്ക് തന്നെ വേണമെങ്കിൽ താൻ തുടരാം, അല്ലെങ്കിൽ പാർട്ടി നിലപാടെടുത്തോട്ടെ എന്നൊരു വെല്ലുവിളി സ്വഭാവത്തിലുള്ള പ്രതികരണം വരെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ശേഷം നമ്മൾ കാണുന്നത് എന്താണ്? പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പരസ്യമായി പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രതികരിക്കുന്ന ഒരു നേതാവിനെ അനുനയിപ്പിക്കാൻ വീട്ടിൽ ചെന്ന് നേതാക്കൾ കാണുന്ന ഒരു രീതിയുണ്ടോ? അപ്പോൾ എന്താണ് പത്തനംതിട്ടയിലെ ഈ അപശബ്ദത്തോട് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട്? ആ അപശബ്ദം പ്രശ്നമാകും എന്നൊരു തോന്നൽ പാർട്ടിക്കുണ്ട്? അങ്ങനെയല്ല സ്മൃതി. ഒരു കാരണവശാലും പത്മകുമാറിനെ അനുനയിപ്പിക്കാനാണ് രാജു എബ്രഹാം പോയതെന്ന് ഞാൻ കരുതുന്നതേയില്ല. രാജു എബ്രഹാമിന്റെ പത്മകുമാറിന്റെ പ്രതികരണം നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അതൊരു കൊതിക്കറവായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് യാതൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. എന്താണ് ആ നേതാവിന് പാർട്ടി കൊടുക്കാത്തതായിട്ടുള്ളത്? 30ാമത്തെ വയസ്സിൽ MLA ആക്കിയതോ? അതിനുശേഷം സുദീർഘമായ കാലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നതോ? അതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതോ? അപ്പൊ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ തന്നെ പരിഗണിച്ചില്ല എന്നതുകൊണ്ട് ചതിച്ചു, വഞ്ചിച്ചു. ഇതൊക്കെ ആര് ചതിച്ചു? പാർട്ടി ചതിച്ചോ? പാർട്ടി വഞ്ചിച്ചോ? അപ്പൊ ഇത്രയും മാക്സിമം ആണ് കേട്ടോ. എന്റെ അഭിപ്രായത്തിൽ പത്മകുമാറിന് കൊടുത്തത് മാക്സിമം ആണ്. പക്ഷേ ശ്രീജേന്ദ്രൻ, അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തോടുള്ള താങ്കളുടെ അഭിപ്രായം എനിക്ക് അറിയേണ്ടതുണ്ട്. സംഘടനാ പ്രവർത്തനം നടത്തി വരുന്നവരാണ് ഇപ്പോൾ യുവാക്കളാണ്. ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുന്ന യുവാക്കളുടെ കാര്യത്തിലായാലും അവർ പാർട്ടിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ്. അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിന്റെ യാതൊരു പ്രവർത്തനം ആ രൂപത്തിൽ നടത്താതെ പാർലമെന്ററി രീതിയിൽ മാത്രം എത്തുന്ന ഒരു നേതാവിനെ ക്ഷണിതാവാക്കുന്നു എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിന്റെ പരാതിയായി പറഞ്ഞത്. വീണ ജോർജുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, CPM-ന് ഇതുമായി ബന്ധപ്പെട്ട് സുദീർഘമായ ഒരു ചരിത്രമുണ്ട് സ്മൃതി. അത് നമുക്കാർക്കും അറിയാത്തതുമല്ല. പക്ഷേ പല ചർച്ചകളിലും അത് വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിക്കാഞ്ഞിട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം 1991 അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് പറയേണ്ടത്. 91 VS ആണെന്ന് പാർട്ടി സെക്രട്ടറി. അന്ന് ഒരു പുതിയ തീസിസ് കൊണ്ടുവരികയാണ് പാർട്ടിക്കുള്ളിൽ.
പാർട്ടി സെക്രട്ടറിയാണ് കൊണ്ടുവരുന്നത്. പാർലമെന്ററി രംഗത്തുള്ളവർ സംഘടനാ രംഗത്തേക്കും സംഘടനാ രംഗത്തുള്ളവർ പാർലമെന്റ് രംഗത്തേക്കും മാറണം എന്ന് തീരുമാനിച്ചിട്ട് അതിന്റെ ഭാഗമായി അന്ന് ജില്ലാ കൗൺസിലുകൾ ഇലക്ഷനിൽ 14-ൽ 13 മലപ്പുറം ഒഴികെ ബാക്കി മുഴുവൻ ജില്ലാ കൗൺസിലുകളും LDF നേടി. ആ പശ്ചാത്തലത്തിലാണ് പുതിയ സിദ്ധാന്തം വരുന്നത്. അതിന്റെ ഭാഗമായി പാർട്ടി അംഗീകരിച്ചതിന് ശേഷം 1 വർഷം കൂടെ ബാക്കിയുണ്ടായിരുന്ന നായനാർ ഗവൺമെന്റിനെ കൊണ്ട് രാജിവെപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയി നല്ല മൈലേജാണ് LDFന് അന്നുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അന്ന് LDF വീണ്ടും അധികാരത്തിൽ വരുന്ന സാധ്യത വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന കാലവും കൂടെയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ 91-ൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച്. അതോടുകൂടി മൊത്തം ചിത്രം മറിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നത്. പിന്നീട് ആ പാർട്ടി എപ്പോഴും തീരുമാനം അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോഴാണ് അടുത്ത വർഷം 92-ൽ കോഴിക്കോട് വെച്ച് നായനാർ പാർട്ടി സെക്രട്ടറി ആവുന്നത്. വിഭാഗീയതയുടെ പുതിയൊരു അംഗം തുടങ്ങുന്നതും അവിടുന്നാണല്ലോ. പിന്നെ സുദീർഘമായ ചരിത്രം വേറെ ഉണ്ട്. അപ്പോൾ ഈ സംഘടനാ രംഗത്തുള്ളവർ പാർലമെന്റ് രംഗത്തേക്കും പാർലമെന്റ് രംഗത്തുള്ള സംഘടനാ രംഗത്തേക്കും എന്നൊരു സിദ്ധാന്തം തന്നെ അവതരിപ്പിച്ച് നടപ്പാക്കി എടുക്കുകയായിരുന്നു അന്ന് പാർട്ടിയിൽ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരുപാട് അടിയൊഴുക്കുകളുണ്ടായി, തീരുമാനങ്ങളും നടപടികളും ഒരുപാടുണ്ട്, എല്ലാം ഉണ്ട്, നമുക്കെല്ലാം അറിയുന്നതാണ്. അതിലേക്കൊന്നും പോകേണ്ട സമയമല്ല, ഇപ്പോൾ അതിന് സമയവുമില്ല, കാര്യവുമില്ല. അപ്പോൾ പാർട്ടി എന്നുള്ള നിലയിൽ വീണ ജോർജിനെ MLA ആക്കിയതിന് ശേഷം ഏരിയ കമ്മിറ്റി അംഗമായി, അതിനുശേഷം ജില്ലാ കമ്മിറ്റി അംഗമായി, ഇത്തവണ പാർട്ടിയിലേക്ക് ക്ഷണിതാവായിട്ട് എടുക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ വീണ ജോർജിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ സജീവൻ AKG സെന്ററിലെ 20 കൊല്ലമായി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സജീവനെ ഈ കഴിഞ്ഞ 3 വർഷക്കാലം ക്ഷണിതാവായിട്ടാണ് നിർത്തിയത്. വീണ ജോർജിന്റെ PS കൂടെയാണ്. ആ സജീവനെ ഇപ്പോഴാണ് സ്ഥിരം ക്ഷണിതാവെന്നുള്ള ആ പദവി മാറ്റി സ്ഥിരാംഗമാക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ. സംഘടനാപരമായി എന്ത് ചെയ്യണം, ആൾക്കാരെ എങ്ങനെയാണ് സഖാക്കളെ ഡിപ്ലോയ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പാർട്ടിക്കാണല്ലോ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പുതിയ ചർച്ച പാർട്ടിയുടെ ഏതെങ്കിലും ഫോറത്തിൽ, ഞാൻ പറയുന്നത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നല്ല, ഇതിനു മുമ്പോ ഇനി അതിന് ശേഷമോ ഒക്കെ കൊണ്ടുവരണം. എന്നിട്ട് അത് ചർച്ചയാക്കി പാർട്ടി തീരുമാനമായിട്ട് വരണം. അതല്ലാതെ ഒറ്റയ്ക്ക് ഒരു പത്മകുമാർ മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതാണ് ആദ്യം പറഞ്ഞത് കൊതിക്കറവെന്ന് പറഞ്ഞത്. അതിന്റെ അപ്പുറത്തേക്ക് അതിന് യാതൊരു പ്രാധാന്യവുമില്ല. അതുകൊണ്ട് തന്നെ നടപടിയിലേക്കാണ് പോകാൻ കഴിയില്ല. ആരാ മേഴ്സിക്കുട്ടിയുടെ കാര്യത്തിലോ? മേഴ്സിക്കുട്ടിയെ അടിയുറച്ച പാർട്ടി നേതാക്കൾ തന്നെയാണ്. അടിയുറച്ച പാർട്ടി നേതാക്കളാണല്ലോ അവർ. അവരെ സംബന്ധിച്ചൊന്നും ഒരു തർക്കത്തിന് അവകാശമേ ഇല്ല. ഇപ്പോൾ അവരെ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. P. ജയരാജന്റെ കാര്യം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് മനസ്സിലായി. അതൊക്കെ ഉണ്ട്, അത്തരത്തിലുള്ള പരിഭവങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവർക്കാർക്കും പരിഭവമില്ല എന്ന് ഞാൻ പറയില്ല, ഉണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് അവരെ സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കണമോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി സ്റ്റേറ്റ് ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പ് ഇങ്ങനെയാണ് തീരുമാനിച്ചത്. അത് ഉൾക്കൊണ്ടവരാണ് മേഴ്സിക്കുട്ടിയമ്മയും P. ജയരാജനും ഒക്കെ. അതുകൊണ്ടാണല്ലോ അവരവിടെ തുടരുന്നത്. അത് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് പത്മകുമാറിന് പരസ്യമായി പൊട്ടിത്തെറിക്കേണ്ടി വന്നത്. ആ വ്യത്യാസം. Debate with Smriti Parithikar.